ഇന്നത്തെ വീഡിയോയിൽ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കിയ വറുത്തരച്ച് വെച്ച കൂൺകറിയുടെ റെസിപ്പി നോക്കാം. ആദ്യം കൂണൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വറുത്തരച്ച് വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് ചേർത്തിളക്കി മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം. ഞാൻ കൂണ് വൃത്തിയാക്കിയ ശേഷം ഒരു 5 മിനിറ്റോളം മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തരച്ച് വെക്കുന്ന കൂണിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി മസാലയെല്ലാം നന്നായിട്ട് കൂണിലേക്കും ഉരുളക്കിഴങ്ങിലേക്കും യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കൂണിലേക്ക് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. തേങ്ങ ഒരു പകുതി മൂപ്പായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും ഒരു 4-5 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഏറ്റവും ലാസ്റ്റേ ചേർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോഴേക്കും പൊടിച്ചെടുക്കാം. കൂണും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അരച്ചെടുക്കുവാണെങ്കിൽ തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഈ ഗ്രേവി ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് ഇളക്കി ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. കൂണുകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുന്നതുകൊണ്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.